നമ്മളിന്ന് കോതങ്കര പള്ളി പെരുന്നാളുള്ള കാൽനടയാത്രയ്ക്ക് പോകണം. അത് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കോതങ്കര പള്ളി വരെ നടക്കും. അങ്ങനെ ഓരോരുത്തർ ഓരോ യാക്കോബിറ്റ്സുകാർ ഓരോരോ പള്ളിയിൽ നിന്ന് നടക്കും. പിന്നാണ് പെരുന്നാൾ. ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി റെഡിയായി. ഞാൻ ഇതാണ് ഇട്ടേക്കുന്നത്. കോഡ് സെറ്റാണ് വെസ്റ്റ് സൈഡിൽ നിന്നുള്ള. ഇതാണെങ്കിൽ വെയിലടിക്കത്തില്ല, നമ്മളോട് അങ്ങനെ ടാൻ ആവത്തില്ലല്ലോ. അപ്പോൾ ബാക്കി ഞാൻ കടിക്കാം. ദേവാലയത്തിലേക്ക് വഴികൾ യാത്രാമധ്യം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി കോതമംഗലത്ത് മാർത്തോമ ചെറിയ പള്ളിയിൽ എത്തി ഏതാനും ദിവസങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ബാബ 1685 കന്നിമാസം 19-ാം തീയതി കാലം ചെയ്തു. പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ കബറടക്കപ്പെടുകയും ചെയ്തു. നമ്മൾ അതിവാട് വരെ ഇനിയും കുറെ നടക്കാനുണ്ട്. ഏകദേശം ഇനി പകുതിയും കൂടെ ഉണ്ട്. കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ യൂദോമ ബസേലിയോസ് ബാവയുടെ 339ാമത് ഓർമ്മ
ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പരിശുദ്ധന്റെ കബറിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ വളരെ കൃത്യമായ സ്വീകരണം നൽകിയ ചെറിയപള്ളി വികാരിക്കും ട്രസ്റ്റിമാർക്കും MLAക്കും മുഴുവൻ ആളുകൾക്കും കൃത്യമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 30 രൂപ വിലയുള്ള സഭാ കലണ്ടർ. ഈ യാതൊരു കാരണവശാലും എല്ലാ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞിയുടെ വിതരണം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ പള്ളിയിൽ നടന്നു വരികയാണ്. പോകണമേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മേക്കടമ്പിൽ നിന്നും വന്ന അലൻ, ജിനീഷ് എന്നിവരെ കാത്ത് ഈ എൻക്വയറി ഓഫീസിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. ശ്രദ്ധിക്കുക, തട്ടിപ്പാറത്തടം പള്ളിയിൽ നിന്നും വന്ന എൽദോസിനെ കാത്ത് മകൻ ബേസ്. പള്ളി പരിസരം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥർ അടയാള സഹിതം ഈ എൻക്വയറി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കോട്ടപ്പടിയിൽ നിന്ന് വന്ന അമൃത ബിനുവിനെ കാത്ത് ഗ്രാൻഡ് മദർ രമണി ഈ എൻക്വയറി ഓഫീസിന് മുമ്പിൽ കാത്തു നിൽക്കുന്നു. കോട്ടപ്പടിയിൽ നിന്ന് വന്ന പുത്തൻപുരയ്ക്കൽ അമൃത നല്ല രസമാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഫോട്ടോ രണ്ടുപേരുണ്ട്. അവിടെയുണ്ട്, അവിടെ സൺഡേ
ഭംഗിയുണ്ട്, ക്യാമറയിൽ അത്ര ഭംഗി മനസ്സിലാവുന്നില്ല. നമ്മൾ നടന്ന് കഴിഞ്ഞു, ആ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു, അത് കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന പരിപാടിയാണ്. ബേസ് വരാനും ഫ്രണ്ട്സിലൂടെ കണ്ടുപിടിക്കണമെങ്കിൽ ഞങ്ങൾ വീട്ടിലോട്ട് പോകും. ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഇവിടെ നമുക്ക് വണ്ടിയുണ്ട്, വണ്ടിയിൽ വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ഈ പ്രാവശ്യം നേരത്തെ എത്തി കേട്ടോ വീട്ടിൽ. പള്ളിയിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, അത് എത്രമാത്രം മനസ്സിലാവുന്ന രീതിയിലാണെന്ന് എനിക്കറിയത്തില്ല. നല്ല തിരക്കായിരുന്നു. പിന്നെന്താ, വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 20 നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഇത് ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ആൾക്കാർ വരുന്നതാണ് കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന രീതിയിൽ ഒത്തിരി ആൾക്കാരൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ ഡ്രിങ്ക്സ് ഇൻ ദ സെൻസ് കട്ടൻ ചായ ആയിട്ടാണെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും ഫുഡൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ കരുതിയിട്ടുണ്ട് നമുക്ക് ക്ഷീണമൊന്നും വരാതിരിക്കാനായിട്ട്. പിന്നെ പല പള്ളിക്കാരും വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ വണ്ടിയിലൊക്കെ കയറി വൈകി ഇരുന്ന് കുറച്ച് നേരം വണ്ടിയിലൊക്കെ പോകാം, ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഫുൾ നടന്നു, ഞങ്ങൾ കൊച്ചിലെ മുതൽ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പ്രശ്നം തോന്നിയൊന്നുമില്ല. പിന്നെ അത്രയും ദൂരം നടന്നുകൊണ്ട് ഓഫ്കോഴ്സ് നമുക്കൊരു വേദന, നമ്മളങ്ങനെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ, വർഷത്തിലൊരിക്കലൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാല് ചെറുതായിട്ട് വിളിക്കിയിട്ടുണ്ടായിരുന്നു പണ്ട്, അപ്പോൾ ആ കാല് ഇച്ചിരി വേദന, പക്ഷേ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ലതായിരുന്നു. പിന്നെ അവിടെ കഴിഞ്ഞ് പള്ളി കഴിഞ്ഞിട്ട് പള്ളിയിൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു, വീട്ടിലെത്തി. അങ്ങനെ ഇനിയിപ്പോൾ നാളെ ജോലിക്ക് പോകണം, അങ്ങനെ ബാക്ക് ടു റൊട്ടീൻ. നല്ലതായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെ എനിക്കധികമൊന്നും പള്ളിയിൽ ഇതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം 2 പള്ളിയുണ്ട്. ഒന്ന് ചെറിയ പള്ളിയിലാണ് നമ്മൾ പോകുന്നത്, വലിയ പള്ളിയിൽ ആണ് ഈ പറഞ്ഞ പോലെ കുറേ ഈ ഉത്സവത്തിനൊക്കെ വരുന്നത് ഇതില്ലേ, നമ്മുടെ ജെയിൻ വീൽസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ല, അതൊക്കെ ഉണ്ടായിരുന്നു കുറേ. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല എന്ന്. പക്ഷെ ഞങ്ങൾ നോർമലി ഇങ്ങനെ നമ്മൾ വേറൊരു പെരുന്നാൾ തീരുന്നതിന് മുന്നേ വേറൊരു ദിവസം നമ്മൾ പോകും, ജസ്റ്റ് ഒന്ന് എല്ലാ പള്ളി കാണാനും 2 പള്ളിയിലും കയറാനും ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ പ്രാവശ്യം പോയാൽ മതിയായിരുന്നു, പോകുമായിരിക്കും, മിക്കവാറും പോകും. അപ്പോൾ ഞാൻ ഒന്നുകൂടി അതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റട്ടെ. ഈ വ്ളോഗ് അവിടെ അതിൻ്റെ പിന്നെ ബൈ.